ശ്രീ നിഷാദ്. നടത്തത്തിലേ ഉള്ളൂ സിൻസിയർ, ബാക്കി എന്തും സിൻസിയർ അല്ല. വിളിച്ചാലും എല്ലാരും കൈയടിക്കുന്നുണ്ട്. എൻട്രി കാണാനായിട്ട് ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. സാധാരണ താരങ്ങളൊക്കെ വരുമ്പോ ചെറിയ ബഹളമൊക്കെ സൂപ്പർ സ്റ്റാർ വരുമ്പോ നിഷാദിനെ ഞാൻ ഇവിടെ രാഷ്ട്രീയ ട്രെയിനിങ്ങിന് ഇവിടെ ആ സമയത്ത് പരിചയപ്പെട്ടതാണ്. പിന്നീട് 2 വർഷം കഴിഞ്ഞു ഇപ്പോഴാണ് പിന്നെ കാണുന്നത്. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് ഏറാമംഗലത്താണ്. ഏറാമംഗലം സ്വദേശിയാണ്. വൈഫ് ജിഷ, 2 കുട്ടികൾ അഭീഷ്മ, അക്ഷയ്. എല്ലാ പേരുകളിലൊരു പ്രത്യേകതയുണ്ട്. എല്ലാത്തിനും എല്ലാവരും പിന്നെ നല്ല സുന്ദരമായ ചിരി എപ്പോഴും ഉണ്ട് മുഖത്ത്. പക്ഷെ ആ ചിരിക്ക് പിന്നിലും എന്തോ ഒരു വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. കാണിക്കുന്നില്ല, ഇതൊട്ടും കാണിക്കുന്നില്ല. ഏതായാലും പോട്ടെ. പിന്നെ അദ്ദേഹം ഒരു നല്ല ബിസിനസ് ചെയ്തു. ഹോം അപ്ലയൻസ്, പിന്നെ സോളാറിന്റെ സോളയാർ പറയാൻ കാരണമുണ്ട്. ഞാൻ സീതാണ് സോളയാർ അപ്പോ അദ്ദേഹം പിന്നെ ഈ ലാഫ്റ്റർ യോഗയുടെ ട്രെയിനറാണ്. അതിനൊക്കെ ഉപരി അദ്ദേഹം ഈ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കവിയാണ്. വളരെ ഒത്തിരി കവിതകൾ ആള് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ അതിന് അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഒത്തിരി കവിത പ്രസിദ്ധീകരിച്ചിട്ട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള അദ്ദേഹമാണ്. ഗായകൻ കവിത എഴുതിയിട്ട് അവാർഡ് കിട്ടിയില്ല. ആലപിച്ചിട്ടുണ്ട്. ബുക്കൊക്കെ ഇപ്പൊ ഇറങ്ങുന്നുള്ളൂ. ചിലപ്പോ ഇത് ഞാൻ ഫോർവേഡ് ചെയ്യണല്ലേ. അപ്പൊ അത് നീ ഇത് കവിതയ്ക്ക് ഏതിനാ അവാർഡ് കിട്ടിയെന്ന് വെച്ചാൽ മോശമല്ലേ? പരിചയപ്പെടുത്തിയ സന്തോഷമുണ്ട്. അങ്ങനെ പരിചയപ്പെടുത്തി എന്നെ നിയോഗിച്ചതിൽ അതിലേറെ സന്തോഷം. എല്ലാവർക്കും വീണ്ടും ആശംസകൾ. വെരി ഗുഡ്. താങ്ക് യു.